കുവൈറ്റ് തീപിടുത്തത്തിൽ 25 മലയാളികൾ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. പരിക്കേറ്റ 12 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് നോർക്ക അറിയിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച മൃതദേഹങ്ങൾ വേഗത്തിൽ സംസ്ഥാനത്തേക്ക് എത്തിക്കാനാണ് ശ്രമം. രക്ഷാദൌത്യം ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയത്തിനകം കുവൈറ്റിലേക്ക് തിരിക്കും. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 23 മലയാളികളെയാണ് തിരിച്ചറിഞ്ഞത്. 25 മലയാളികൾ മരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്ക്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് മരിച്ചവരുടെ മൃതദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാനാണ്. സ്പെഷ്യൽ ഫ്ലൈറ്റ് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും വേഗം കേരളത്തിൻ്റെ എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ശ്രമമുള്ളത്. ഇപ്പോൾ മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്ഥാനത്തേക്ക് എത്തിക്കാനാണ് ശ്രമം. സർക്കാർ ചെലവിൽ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ നോർക്ക നടത്തി കഴിഞ്ഞു. പരിക്കേറ്റ 12 പേരുടെ നില അതീവ ഗുരുതരമാണ്. നോർക്കയുടെ നേതൃത്വത്തിലാണ് കുവൈറ്റിലെ ഏകോപനം നടക്കുന്നത്. നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സ ഉൾപ്പെടെ ഏകോപിപ്പിക്കുന്നതും നോർക്കയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.